പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ജഗതി ശ്രീകുമാറിന് സമ്മാനിച്ചു. തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലയാളികളുടെ ഹാസ്യ സാമ്രാട്ട് പുരസ്കാരം ഏറ്റുവാങ്ങി. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം വീൽ ചെയറിൽ ഇരുന്ന് ഏറ്റുവാങ്ങുമ്പോൾ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു ആ മുഖത്ത്. കാണികളുടെ മനസ്സിൽ മലയാളിയുടെ സ്വന്തം ജഗതിച്ചേട്ടന്റെ 1000 കഥാപാത്രങ്ങളായിരിക്കും. വേദിയിൽ സംസാരിച്ച ഓരോരുത്തരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോഴും ഓർമ്മകൾ ഓർത്തെടുത്തതുപോലെ ഒരു ചിരി. തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ മകനൊപ്പമാണ് ജഗതി ശ്രീകുമാർ എത്തിയത്. ജനുവരി 5-ന് പിറന്നാൾ ആഘോഷിച്ച കലാകാരന് കേക്ക് മുറിച്ച് വീണ്ടും ഒരു പിറന്നാൾ ആഘോഷം പരിപാടിയുടെ ഭാഗമായി സംഘാടകർ ഒരുക്കിയിരുന്നു. പിന്നീട് ആദരസൂചകമായി പൊന്നാട അണിയിച്ച് കുറേയധികം കലാഹൃദയങ്ങൾ. കൂടെ പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ ഓർത്തെടുക്കുകയായിരുന്നു സംവിധായകൻ രാജസേനൻ. തന്റെ 38 സിനിമകളിൽ 15 അഭിനയിച്ച പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ നോക്കി രാജസേനൻ സംസാരിക്കുമ്പോഴും ജഗതിയുടെ മുഖത്ത് പുഞ്ചിരി തന്നെ. വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് റിഹേഴ്സൽ ചെയ്യാതെ ഞാനൊന്ന് പറയാം, സേനൻ ടേക്ക് എടുത്തോളാം, അത് പോരെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അപ്പൊ സ്ക്രിപ്റ്റിൽ ഒരിക്കലും എഴുതിയിട്ടുള്ളൂ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവില്ലെന്ന് ഒരിക്കലും എഴുതിയിട്ടുള്ളൂ. ഞാൻ കുട്ടേട്ടനടുത്ത് പറഞ്ഞു, കുട്ടേട്ടാ എന്ത് വേണോ പറഞ്ഞോട്ടെ, കട്ടിയണ്ട, ഞാനിവിടെ കാണില്ല. കാരണം എനിക്കറിയാം എന്തോ ഒരു അത്ഭുതകരമായ ഒരു പെർഫോമൻസ് അവിടെ വരാൻ പോകണമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞിട്ട് ഞാൻ കുറച്ചങ്ങ് മാറി ഒളിച്ചു നിന്നു. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് സിനിമയെ കണ്ട നിങ്ങൾക്കറിയാലോ. എനിക്ക് ചിരി അടക്കിയിട്ട് ഞാൻ തകർന്നു പോയി ചിരിച്ചിട്ട്. ഞാൻ നോക്കിയപ്പോ ക്യാമറാമാന്റെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ അത് കുട്ടേട്ടങ്ങ് ചിരിച്ച് തകർക്കുകയാണ് അവിടെ നിന്നവര് മുഴുവൻ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പുരസ്കാരം സമർപ്പിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, നടനും സംവിധായകനുമായ മധുപാൽ, പണ്ഡിറ്റ് രമേശ് നാരായണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കലാകാരന്റെ കൂടെ ഫോട്ടോ എടുക്കേണ്ട തിരക്കായിരുന്നു പിന്നീട്. ഒട്ടും മടികാട്ടിയില്ല. അതേ പുഞ്ചിരിയോടെ ഓരോ ജഗതി ആരാധകനും ഓർത്തുവെക്കാൻ പാകത്തിൽ കുറച്ചു പടങ്ങൾ. ഒരു വൈകുന്നേരത്തെ കുറേയധികം പടങ്ങൾ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.